സ്പ്രെഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് അവിൽ കൊണ്ടൊരു അവല് സുഡയാണ്. അപ്പം നമുക്കത് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇത് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കും. ഇത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പകുതി അവിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്, ഒരുപാട് അങ്ങ് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്ന് തയ്യാറാക്കി. ഒരു തേങ്ങയുടെ പകുതി ചുരണ്ടി എടുത്തതാണ്. ഈ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം. നമ്മൾ പൊടിക്കാതെ കുറച്ചെടുത്ത് വെച്ചിരുന്ന ആ അവലും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അവിൽ കൊണ്ട് തയ്യാറാക്കിയ അവലൂസുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാറായിട്ടുണ്ട്. ആ തേങ്ങയാണ് ഇത്തിരി കൂടുതൽ വേണ്ടത്. അതുപോലെ ചെറിയ ജീരകവും ഏലക്കപ്പൊടിയും വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. മധുരം ആവശ്യത്തിന് അനുസരിച്ചിടാം. അവലൂസുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. ഞാൻ ഇതിന് 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ചെറിയ ജീരകം, ഇത്രയാണ് ഞാൻ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അവിൽ കൊണ്ട് തയ്യാറാക്കിയ അവലൂസുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യം അവില്, തേങ്ങ, ചെറിയ ജീരകപ്പൊടി, ഏലക്കപ്പൊടി, ശർക്കര, ഇത്രയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അരിപ്പൊടി ഒരുപാടൊന്നും വേണ്ട, ഒരു 3 ടീസ്പൂൺ മാത്രം മതി. ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. അപ്പം നമുക്ക് ഈ 4 ചേരുവകളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള നല്ല ടേസ്റ്റി അവിൽ കൊണ്ട് അവലൂസുണ്ട തയ്യാറാക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.